നമസ്കാരം. പ്രധാന വാർത്തകൾ. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ലീഗ് പ്രസിഡന്റിനെതിരെ ഔദ്യോഗിക പക്ഷക്കാർ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനായില്ല. കോറം തികയാത്തതിനാൽ പ്രമേയം ചർച്ചയ്ക്കെടുത്തില്ല. CPM-ലെ 7 അംഗങ്ങളും പ്രസിഡന്റിനെ പിന്തുണയ്ക്കുന്ന 7 അംഗങ്ങളും യോഗത്തിനെത്തിയില്ല. കോട്ടാപ്പാടത്ത് വീണ്ടും കാട്ടാനകളുടെ താണ്ഡവം. ഓണത്തിന് വെട്ടാനുള്ള വാഴകൃഷി ഉൾപ്പെടെ കാട്ടാനകൾ നിലം പരിശാക്കി. 1 മാസമായി പ്രദേശത്ത് ആനകൾ തമ്പടിച്ചിട്ടുണ്ടെന്നും നശിച്ച കൃഷിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കർഷകർ. ചെറുപ്പുളശ്ശേരിയിൽ മരം വീണ് വീട് തകർന്ന് 3 പേർക്ക് പരിക്ക്. ടാർപോളിൻ വെച്ചുകെട്ടിയ വീടാണ് പൂർണ്ണമായും തകർന്നത്. ശക്തമായ മഴയിലും കാറ്റിലും കരിങ്കല്ലത്താണിയിലും മരം വീണ് വീട് തകർന്നു. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മണ്ണാർക്കാടും മഴയിൽ വ്യാപക നാശനഷ്ടം. മണ്ണാർക്കാട് UKG വിദ്യാർത്ഥിനി സ്കൂൾ ബസ് ഇടിച്ചു മരിച്ചു. 6 വയസ്സുകാരി ഹിബയാണ് മരിച്ചത്. സ്കൂൾ ബസ്സിൽ നിന്നിറങ്ങി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അതേ വാഹനം ഇടിക്കുകയായിരുന്നു. ഒറ്റപ്പാലത്ത് അമൃത കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ നീട്ടുന്ന പ്രവൃത്തികൾ കാര്യക്ഷമമല്ലെന്ന് കൗൺസിലിൽ വിമർശനം. പലയിടത്തും പദ്ധതി നിലച്ച മട്ടെന്ന് BJP അംഗങ്ങൾ. പൈപ്പിടാൻ പൊളിച്ച റോഡുകളിൽ യാത്രാ ദുരിതമെന്നും അംഗങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ലീഗ് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസം ചർച്ച ചെയ്യാനായില്ല. ഔദ്യോഗിക പക്ഷം കൊണ്ടുവന്ന പ്രമേയം അംഗങ്ങളുടെ കോറം തികയാത്തതിനാലാണ് ചർച്ചയ്ക്കെടുക്കാൻ സാധിക്കാതിരുന്നത്. മുസ്ലിം ലീഗിലെ 6 പേരും കോൺഗ്രസിലെ 1 അംഗവും ചേർന്നാണ് നോട്ടീസ് നൽകിയിരുന്നത്. 21 അംഗങ്ങളിൽ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയ 7 പേർ മാത്രമാണ് ഹാജരായത്. CPM-ലെ 7 അംഗങ്ങളും പ്രസിഡന്റ് പക്ഷക്കാരായ 7 അംഗങ്ങളും അടക്കം 14 പേർ എത്തിയില്ല. വ്യാഴാഴ്ച രാവിലെ 11 മണിക്കാണ് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ലീഗ് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിന്മേൽ ചർച്ച നിശ്ചയിച്ചിരുന്നത്. സ്ഥിരം സമിതി ചെയർമാൻ MP മജീദിനെ പ്രസിഡന്റാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ലീഗിലെ 6 അംഗങ്ങളും 1 കോൺഗ്രസ് അംഗവും ഉൾപ്പെടെ 7 പേർ അടങ്ങുന്ന ഔദ്യോഗിക വിഭാഗമാണ് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത്. അവിശ്വാസം ചർച്ചയ്ക്കെടുത്തപ്പോൾ പ്രസിഡന്റ് KT അഫ്സലും അഫ്സലിനെ പിന്തുണയ്ക്കുന്ന 6 പേരും ഹാജരായില്ല. CPM-ലെ 7 അംഗങ്ങളും വന്നില്ല. 21 അംഗങ്ങളിൽ മജീദ് വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന 7 പേർ മാത്രമാണ് എത്തിയത്. അംഗങ്ങളുടെ കോറം തികയാത്തതിനെ തുടർന്ന് അവിശ്വാസം ചർച്ചയ്ക്കെടുക്കാനായില്ല. കോറം തികയാൻ 11 അംഗങ്ങളാണ് വേണ്ടിയിരുന്നത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് BDO K പാർവതിയായിരുന്നു വരണാധികാരി. 21 മെമ്പർമാരിൽ പകുതി ആളെങ്കിലും പങ്കെടുത്താൽ മാത്രമേ നമുക്ക് അവിശ്വാസം ചർച്ചയ്ക്ക് എടുക്കാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ ആകെ ഇവിടെ പങ്കെടുത്ത മെമ്പർമാർ 7 ആൾക്കാരാണ്. അതുകൊണ്ട് കോറം തികയാത്തതുകൊണ്ട് ചർച്ച ചെയ്തിട്ടില്ല. നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ചതായിട്ട് അറിയിക്കുകയാണ്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി മുസ്ലിം ലീഗിൽ തർക്കം ഉയർന്നതിനെ തുടർന്ന് നേതൃത്വം എടുത്ത തീരുമാനപ്രകാരം ആദ്യ ടൈമിൽ CT നൌഷാദ് അലി ആയിരുന്നു പ്രസിഡന്റ്. CT നൌഷാദ് അലി രാജിവെച്ചതോടെ KT അഫ്സൽ തുടർന്ന് പ്രസിഡന്റായി. KT അഫ്സൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിയണമെന്നും ശേഷിക്കുന്ന കാലയളവിൽ MP മജീദിനെ പ്രസിഡന്റാക്കണമെന്നും ആവശ്യപ്പെട്ട് ലീഗിലെ ഒരു വിഭാഗം നേതൃത്വത്തെ സമീപിക്കുകയായിരുന്നു. KT അഫ്സൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് പാർട്ടി ജില്ലാ പ്രസിഡന്റ് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. പാർട്ടി നിർദ്ദേശം പാലിക്കാത്തതിനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സലിനെ മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്തിരുന്നു. പിന്നീടുള്ള ചർച്ചകളിൽ പ്രശ്നത്തിൽ പരിഹാരമുണ്ടായില്ല. ഇപ്പോൾ പ്രസിഡന്റിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെടുകയും ചെയ്തു. പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് CPM-മായി കൂട്ടുകൂടി അവിശ്വാസത്തെ പരാജയപ്പെടുത്തുകയാണ് പ്രസിഡന്റ് KT അഫ്സൽ ചെയ്തതെന്നും തുടർ നടപടികൾ പാർട്ടി തീരുമാനിക്കുമെന്നും മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹംസ പറഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന് ആ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി പാർട്ടി നേതൃത്വം കൊടുത്ത നിർദ്ദേശങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ CPM-ൻ്റെ പിന്തുണയോടുകൂടി ഭരണം നിലനിർത്താൻ വേണ്ടി അവിശ്വാസത്തിനെ പരാജയപ്പെടുത്താൻ വേണ്ടി അവർ ശ്രമിച്ചു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ആണ് നടന്നിട്ടുള്ളത്. നടപടി പാർട്ടി നേതൃത്വം സംഘടനാപരമായ നടപടി പാർട്ടി നേതൃത്വം കൈക്കൊള്ളും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നേതൃത്വത്തിന്റെ ധാരണ പ്രകാരമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാകാൻ തീരുമാനിച്ചതെന്നും CPM-മായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി അവിശ്വാസ പ്രമേയത്തെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായതെന്നും MP മജീദ് പറഞ്ഞു. മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ധാരണ പ്രകാരമാണ് 18ാം വാർഡിൽ നിന്ന് ജയിച്ച എന്നെ പ്രസിഡന്റ് ആക്കണം എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അത് അത് പാർട്ടി പറയുമ്പോൾ അത് ഏൽക്കുവാനും പാർട്ടി പറയുമ്പോൾ അത് തിരിച്ച് നൽകുവാനും എല്ലാ പ്രവർത്തകരും എല്ലാ നേതാക്കന്മാരും ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട വിഷയം. മറ്റൊരു കാര്യം, ഇത്തരത്തിലുള്ള ഒരു അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കാതിരിക്കാൻ
CPM-മായി കാലാകാലങ്ങളിലായിട്ട് നമ്മളെല്ലാം എതിർക്കപ്പെടുന്ന CPM-മായി ഒത്തുചേർന്ന് ഈ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത് അവർ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആലിപ്പറമ്പിലെ മുസ്ലിം ലീഗിൻ്റെയും UDF-ൻ്റെയും പ്രവർത്തകർ ചിത്രീകരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അവിശ്വാസം പരാജയപ്പെട്ടതിലൂടെ പഞ്ചായത്തിലെ ജനങ്ങളുടെ പൊതുതാൽപര്യം സംരക്ഷിക്കപ്പെട്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ പറഞ്ഞു. CPM-മായി ഒരു തരത്തിലും കൂട്ടുകൂടേണ്ട ആവശ്യമില്ലെന്നും അവിശ്വാസ പ്രമേയം പാസാക്കാൻ സഹകരിച്ചാൽ CPM-ന് പ്രസിഡന്റ് സ്ഥാനം തന്നെ അവർ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും KT അഫ്സൽ ആരോപിച്ചു. അവിശ്വാസ പ്രമേയത്തിൻ്റെ പരാജയമായിട്ട് കാണുന്നതിനപ്പുറത്തേക്ക് ഇത് ആലിപ്പറമ്പ് പഞ്ചായത്തിലെ ബഹുഭൂരിപക്ഷം പാർട്ടി പ്രവർത്തകരുടെയും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും ഒക്കെ ഒരു പൊതുവായിട്ടുള്ള താല്പര്യം സംരക്ഷിക്കപ്പെട്ടതായിട്ടാണ് ഇതിനെ ഞാൻ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവിശ്വാസ പ്രമേയത്തെ പരാജയപ്പെടുത്തുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് അതിൽ വേറൊരു രീതിയിലുള്ള ഒരു ഗിമ്മിക്കും ഇതിന് ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് അതിലെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഈ ഒരു പഞ്ചായത്തിലെ പ്രസിഡൻഷിപ്പ് വരെ CPM-ന് ഓഫർ ചെയ്തുകൊണ്ട് ഔദ്യോഗിക പക്ഷം എന്ന് പറയുന്ന ഈ ആളുകൾ വളരെയധികം വൃത്തികെട്ട രീതിയിലുള്ള ജനാധിപത്യ ധ്വംസിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ്. അതല്ലെങ്കിൽ ഈ ആലിപ്പറമ്പ് പഞ്ചായത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകരെയും വഞ്ചിക്കുന്ന ഒരു തരത്തിലുള്ള നിലപാടിലേക്ക് അവർ പോവുകയും അതിനപ്പുറത്തേക്കുള്ള ഓഫറുകൾ CPM അടക്കമുള്ള ആളുകൾക്ക് നൽകിക്കൊണ്ട് അതും ഇടനിലക്കാരായിട്ട് വലിയ വലിയ പണച്ചാക്കുകളെ വെച്ചുകൊണ്ട് അടക്കമുള്ള എല്ലാ പ്രവൃത്തികളും ഇതിൽ നടത്തിയതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകൾ എന്ന് പറയുന്നത് ഈ ആളുകളുടെയൊക്കെ തന്നെ മൊബൈലിൻ്റെ കോൾ ലോഗ് എടുത്ത് പരിശോധിച്ചാൽ അത് ബോധ്യപ്പെടും എന്നുള്ളതാണ്. അതിൽ പറയാനുള്ളത് ഈ ആളുകൾക്ക് ആ കോൾ ലോഗ് ഒന്ന് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ഈ കഴിഞ്ഞ ഒരാഴ്ചയിലോ അല്ലെങ്കിൽ ഒരു മാസക്കാലത്തോളമായിട്ടുള്ള അവരുടെ മൊബൈലിൻ്റെ കോൾ ലോഗ് ഒന്ന് പൊതുജനത്തിൻ്റെ മുന്നിൽ പൊതുജനത്തിൻ്റെ സമക്ഷം വെക്കാൻ അവർക്ക് കഴിയുമോ എന്നൊക്കെ ചോദ്യമാണ് ഇതിനുള്ള മറുപടി. അതേസമയം പഞ്ചായത്ത് ലീഗ് ഭരണസമിതിക്കെതിരെ ലീഗ് അംഗങ്ങൾ തന്നെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ ഒരു റോളും ഇല്ലെന്നാണ് CPM-ന്റെ പക്ഷം. ലീഗിലെ തന്നെ ചേരികൾ തമ്മിലുള്ള തർക്കത്തിൽ CPM-ന് എന്ത് കാര്യമാണുള്ളതെന്ന് ആനമങ്ങാട് LC സെക്രട്ടറി EV ശങ്കരനാരായണൻ വ്യക്തമാക്കി. ലീഗിൻ്റെ ഭരണസമിതിക്കെതിരെ ലീഗിൻ്റെ ആളുകൾ തന്നെ അവിശ്വാസം കൊണ്ടുവന്നതാണ്. യാതൊരു റോളും CPM-ന് ഈ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ടില്ല. ഒന്ന്, ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ അവരധികാരമേറ്റതിന് ശേഷമുണ്ടായ എല്ലാ അധികാര തർക്കങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ പഞ്ചായത്തിൻ്റെ എന്തെങ്കിലും വികസനപരമായ കാര്യങ്ങളോ റോഡുകൾ അതുപോലെ മാലിന്യ പ്രശ്നങ്ങൾ തുടങ്ങി എന്തെങ്കിലും ജനകീയമായ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവാൻ അവർക്ക് സമയം ഉണ്ടായിട്ടില്ല. ആദ്യത്തെ ഒരു കൊല്ലം ഒരാൾ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവണം, അതിന് കടിപിടി അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനമായിരുന്നു. അതിനുശേഷം പാണക്കാട്ട തങ്ങൾ പറഞ്ഞു ഒരു കൊല്ലം എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ അഫ്സൽ ഏറ്റെടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് അഫ്സലല്ല മജീദിനാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അവർ തമ്മിലുള്ള പോരിൻ്റെ ഭാഗമായി ലീഗിലുണ്ടായ രണ്ട് ചേരികൾ അവർ മാറി നിന്നുകൊണ്ടാണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. അത് ഔദ്യോഗിക പക്ഷമെന്ന് പറയുന്ന ആളുകളാണ് കൊടുത്തതെന്ന് അവർ പറയുന്നുണ്ട്. മറ്റവർ പറയുന്നുണ്ട് ഞങ്ങളാണ് ഔദ്യോഗിക പക്ഷം, അവരല്ല എന്ന് അവർ പറയുന്നുണ്ട്. ഇതിൽ CPM-ന് എന്ത് റോളാണുള്ളത്? ഔദ്യോഗിക പക്ഷം പ്രസിഡന്റിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസം പരാജയപ്പെട്ടത് ഔദ്യോഗിക പക്ഷത്തിന് തിരിച്ചടിയായി. ഈ സാഹചര്യത്തിൽ ആലിപ്പറമ്പിലെ രാഷ്ട്രീയം പുതിയ ദിശയിലേക്ക് നീങ്ങുമെന്ന് വേണം കരുതാൻ. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാട് ദാറുന്നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥിനി സ്കൂൾ ബസ്സിൽ നിന്നിറങ്ങി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ മാതാവിന്റെ കൺമുന്നിൽ അതേ വാഹനമിടിച്ചു മരിച്ചു. നാരങ്ങപ്പറ്റ തൊട്ടിക്കുളയൻ നൌഷാദിന്റെ മകൾ ഹിബയാണ് മരിച്ചത്. 6 വയസ്സായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 3:30യോടെയാണ് അതിദാരുണമായ അപകടം സംഭവിച്ചത്. ഹിബയോടൊപ്പം മറ്റു 2 കുട്ടികളും കൂടിയും ഇതേ ബസ്സിൽ ഉണ്ടായിരുന്നു. ഇവർ ബസ്സിന് പുറകിലൂടെ റോഡ് മുറിച്ചു കടക്കുകയും ഹിബ ബസ്സിന്റെ മുന്നിലൂടെ പോവുകയുമായിരുന്നു. ഇതറിയാതെ ഡ്രൈവർ വാഹനമെടുത്ത് ഓടിച്ചുപോയി. ബസ് വരുന്ന സമയത്ത് ഹിബയുടെ മാതാവ് ഹബീബ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയിരുന്നു. എന്നാൽ ഹബീബയ്ക്ക് റോഡ് മുറിച്ച് ബസ്സിന്റെ മുൻപിലേക്ക് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ എത്താൻ കഴിഞ്ഞില്ല. അമ്മ നോക്കി നിൽക്കെ വാഹനം ഹിബയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങുകയായിരുന്നു. ഹബീബയുടെയും മറ്റ് കുട്ടികളുടെയും ബഹളം കേട്ടെത്തിയ നാട്ടുകാർ ഉടൻ തന്നെ ഹിബയെ വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടി ബസ് സാധാരണ വരുന്ന മാതിരി ബസ്സിൽ തന്നെ വന്നിരിക്കുന്നത്. ഇവിടെ ഈ ആശുപത്രിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് സംഭവം. കുട്ടി ഇറങ്ങിയിട്ട് പിന്നെ ഒട്ടും ശ്രദ്ധിക്കാതെ
ഒട്ടും ശ്രദ്ധിക്കാതെ കുട്ടി വണ്ടിയുടെ മുമ്പിൽ കൂടെ ക്രോസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അത് അതിൻ്റെ വണ്ടിയിലുള്ള ആൾക്കാർ ഓർമ്മപ്പെടുത്തിയിട്ടില്ല, ഡ്രൈവറും അത് ശ്രദ്ധിച്ചിട്ടില്ല. കുട്ടിയുടെ ഉമ്മ ഏകദേശം അടുത്തെത്താനായിരിക്കുന്നു. അതായത് കുട്ടിയുടെ ഉമ്മയുടെ മുമ്പിൽ വെച്ചിട്ടാണ് സംഭവം കണ്ടിരിക്കുന്നത്. അങ്ങനെ കുട്ടി വന്നതോടുകൂടെ തന്നെ വണ്ടി എടുത്തു. കുട്ടിയുടെ മേത്ത് കൂടി വണ്ടിയുടെ ടയർ കയറിയിരിക്കുന്നു. അത് ഫ്രണ്ട് കയറിയിരിക്കണോ ബാക്ക് കയറിയിരിക്കണോ എന്തായാലും അത് കണ്ടുകൊണ്ട് ഓടി വന്ന് നമ്മൾ അടുത്ത വീട്ടിലത്തെ ആൾ വന്ന് കുട്ടീനെ എടുത്തിട്ട് അങ്ങനെ ആസ്പത്രിയിൽ കൊണ്ടുപോകും. ഈ ആസ്പത്രിയിൽ കൊണ്ടുപോകുമ്പോൾ പോലും ഈ ബസ് ഡ്രൈവർ അറിഞ്ഞിട്ടില്ല, പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യം തന്നെ അറിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു അമ്പുണ്ട്, ആ അമ്പമ്മ കയറിയതാ എന്ന് ധരിച്ചിട്ടുണ്ടാവുന്ന വിചാരിക്കണം. എന്തായാലും കുട്ടി ഇറങ്ങി മുമ്പിൽ കൂടി ക്രോസ് ചെയ്ത് വന്നാണ് പറ്റിക്കുന്ന കുഴപ്പം. അപ്പോൾ ആരും കുട്ടികൾക്ക് അറിയില്ല. കുട്ടി 6 വയസ്സായ കുട്ടിയല്ലേ, അതിനറിയില്ല. വണ്ടിയിൽ ഇരുന്നവരോ ശ്രദ്ധിച്ചിട്ടില്ല. നെല്ലിപ്പുഴ ദാറുന്നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ UKG വിദ്യാർത്ഥിയാണ് ഹിബ. സഹോദരങ്ങൾ അൻഷിത, അമീൻ എന്നിവരാണ്. ഓണത്തിന് വെട്ടാനുള്ള വാഴകൃഷികൾ കാട്ടാനകൾ നിലം പരിശാക്കി. കോട്ടോപ്പാടത്തെ കാഞ്ഞിരംകുന്ന്, ആശാരിക്കുളമ്പ് ഭാഗങ്ങളിലെ 4 കർഷകരുടെ കൃഷിയാണ് വ്യാഴാഴ്ച പുലർച്ചെയോടെ ആനകൾ നശിപ്പിച്ചത്. വായ്പ എടുത്താണ് കൃഷി ചെയ്യുന്നത്. നഷ്ടപരിഹാരം മാത്രമേ ഇനി തിരിച്ചടവിനുള്ള മാർഗമുള്ളൂ എന്ന് കർഷകർ പറഞ്ഞു. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിലെ പാറപ്പുറം, കാഞ്ഞിരംകുന്ന്, ആശാരിക്കുളമ്പ് ഭാഗങ്ങളിലെ വാഴകൃഷിയാണ് വ്യാഴാഴ്ച പുലർച്ചെയോടെ ഇറങ്ങിയ കാട്ടാനകൾ നശിപ്പിച്ചത്. കുലവന്ന വാഴകളാണ് എല്ലാം. ഓണവിപണിയായിരുന്നു കർഷകരുടെ ലക്ഷ്യം. കുലച്ച വാഴകളെല്ലാം 1 മണിക്കൂർ കൊണ്ട് 4 ആനകൾ ചേർന്ന് നിലം പരിശാക്കി. കോലത്തോടി കമ്മാപ്പൂ, വളക്കുണ്ടിൽ യൂസഫ്, പുളിക്കൽ അബ്ദു, കാരക്കുളവൻ ബഷീർ എന്നിവരുടെ 400-ലധികം വാഴകളാണ് നശിപ്പിച്ചത്. വായ്പയെടുത്താണ് മിക്ക കർഷകരും കൃഷി ഇറക്കിയത്. കൂലിപ്പണി ചെയ്ത് ഇത്രയും തുക തിരിച്ചടയ്ക്കാൻ കഴിയില്ല. ഇനി സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന നഷ്ടപരിഹാരം മാത്രമാണ് ഏക പ്രതീക്ഷയെന്ന് കർഷകനായ ബഷീർ കാരക്കുളവൻ പറഞ്ഞു. വാഴകൾ ഇന്നലെ ആന ഇറങ്ങിയിട്ട് കുറച്ച വാഴകളൊക്കെ ചവിട്ടി മേടിച്ച് പോയിരിക്കുന്നു. അവിടെ വേറെതൊക്കെ ഉണ്ട്. ഒക്കെ ഇതേമാതിരി ലോണും ഇതൊക്കെ എടുത്തിട്ട് ചെയ്യുക തന്നെയാണ്. കുറച്ച് ചാടിയ വാഴകളാണ് ഫുള്ള് പോയിരിക്കുന്നത്. പ്രദേശത്തെ കർഷകർ ഏറെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കണമെന്ന് കർഷക പ്രതിനിധി ശിവദാസൻ പാറക്കൽ പറഞ്ഞു. ഈ ബോർഡർ വെട്ടി ക്ലിയർ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഫലവത്തായിട്ട് തോന്നുന്നില്ല. കാരണം ആനപ്പോൾ ഇവിടുന്ന് പോയിട്ടില്ല എന്നാണ് നമ്മൾ കർഷകർ പറയണത്. അപ്പോൾ ഈ ബോർഡറിൽ നമ്മൾ ഈ തരത്തിൽ വെട്ടിയിട്ട് കാര്യമില്ല. കുറച്ചും കൂടി നന്നായിട്ട് വനത്തിൽ ഏറി വെട്ടിയിട്ട് കൊണ്ടുപോയാൽ തന്നെ നമുക്ക് ഈ ആനകൾ ഇവിടുന്ന് നിർത്താൻ കഴിയുള്ളൂ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ അതിനെ പ്രതിവിധി ചെയ്ത തലത്തിൽ നമ്മൾ ആനകളെ മേൽമലയിലേക്ക് ഉള്ളകാലത്തിലേക്ക് കയറ്റിവിട്ടാൽ മാത്രമേ അതിനൊരു പ്രശ്നം ഈ പരിഹാരം ഉണ്ടാവുള്ളൂ. കൃഷിയിടത്തോട് ചേർന്ന പാണക്കാടൻ മലയിൽ നിന്നാണ് ആനകൾ പ്രദേശത്തേക്ക് എത്തുന്നത്. 1 മാസമായി ആനകൾ ഈ ഭാഗത്ത് തമ്പടിച്ചിട്ടുണ്ടെന്നും പ്രദേശത്തുകാർ പറഞ്ഞു. വാർഡംഗം KT അബ്ദുള്ള കൃഷിയിടങ്ങൾ സന്ദർശിച്ചു. കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് അദ്ദേഹം അറിയിച്ചു. നഷ്ടപരിഹാരം അടിയന്തരമായി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അടിയന്തരമായി അത് കിട്ടേണ്ട കാര്യങ്ങൾ ചെയ്തു തരാം എന്ന് റേഞ്ചർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ദിവസം മുമ്പായിട്ട് കുണ്ടുകണ്ടം കോളനിയിൽ റോഡിലൂടെയാണ് ആനകൾ ഓരോ കൃഷിസ്ഥലങ്ങളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ ആ കാട്ടിൽ നിന്ന് ഈ കാട്ടിലേക്ക്, ഈ കാട്ടിൽ നിന്ന് അങ്ങേ കാട്ടിലേക്ക് അറിഞ്ഞ് മുറിച്ച് കിടക്കുന്നത്. മെയിൻ റോഡിലൂടെ ആളുകൾക്ക് രാവിലെ കുട്ടികളൊക്കെ മദ്രസക്ക് പോകുന്നത്, സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ, ട്യൂഷൻ സെൻ്ററിലേക്ക് പോകുന്ന കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം പ്രയാസം നേരിടുന്നു. വാഴകൾ കൂടാതെ കവുങ്ങ്, തെങ്ങ് എന്നിവയും ആനകൾ നശിപ്പിച്ചിട്ടുണ്ട്. ജനവാസ മേഖല കൂടിയാണ് ഈ പ്രദേശങ്ങൾ. ചെറുപ്പശ്ശേരിയിൽ മരം വീണ് വീട് തകർന്ന് 3 പേർക്ക് പരിക്ക്. 25-ാം വാർഡ് ശാലിയംകുന്ന് 10-ാം മൈലിൽ കുണ്ടുകണ്ടത്തിൽ മുളയന്തൊടി ഉണ്ണികൃഷ്ണന്റെ ടാർപോളിൽ വെച്ച് കെട്ടിയ വീടാണ് തകർന്നത്. വ്യാഴാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. വ്യാഴാഴ്ച ഉച്ചയോടെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് തൊട്ടടുത്ത് മരം പൊട്ടി വീണ് ചെറുപ്പശ്ശേരിയിൽ വീട് തകർന്നത്. 25-ാം വാർഡ് ശാലിയംകുന്ന് 10-ാം മൈലിൽ കുണ്ടുകണ്ടത്തിൽ ഉണ്ണികൃഷ്ണന്റെ ടാർപോളിൽ വെച്ച് കെട്ടിയ വീടാണ് പൂർണ്ണമായും തകർന്നത്. വീട്ടിലുണ്ടായിരുന്ന 62-കാരനായ ഉണ്ണികൃഷ്ണൻ, ഭാര്യ 60 വയസ്സുള്ള കുഞ്ഞിലക്ഷ്മി, അയൽവാസി 54-കാരനായ ഉണ്ണികൃഷ്ണൻ എന്നിവർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഇവരെ ചെറുപ്പശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലിന് പൊട്ടലുള്ള കുഞ്ഞിലക്ഷ്മിയെ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ടാർപോളിൻ വലിച്ചുകെട്ടിയുണ്ടാക്കിയ ഷെഡിൽ അത്യന്തം ദയനീയാവസ്ഥയിലാണ് ഈ കുടുംബം കഴിഞ്ഞു വന്നിരുന്നത്. ഈ ഷെഡ് പൂർണ്ണമായും തകർന്നു. വീടിനകത്തുള്ള സാധനങ്ങളും നശിച്ചു. നടക്കാൻ പ്രയാസമുള്ള കുഞ്ഞിലക്ഷ്മിയെ ഏറെ പ്രയാസപ്പെട്ടാണ് തകർന്ന വീടിനകത്തു നിന്നും പുറത്തെടുത്തതെന്ന് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന മാധവി പറഞ്ഞു. അങ്ങനെ ഷീറ്റ് വെച്ച് കെട്ടിയിട്ടുള്ള വീടാണ്. അപ്പോൾ അത് എന്താ പറയുക, അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ ആ മരങ്ങളങ്ങനെ വന്ന് ജാമായി. ഒരു മരം ഞങ്ങളുടെ മുറ്റത്ത് പൊട്ടി വീണ് കിടക്കുന്നുണ്ട്. എനിക്ക് എണിച്ച് നടക്കാനൊന്നും പറ്റില്ല.
അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് വീണ് അവർ നിലവിളിക്കണമൊക്കെ ഉണ്ട്. എന്താ ചെയ്യുക, മരങ്ങളൊക്കെ കമ്പൊക്കെ പൊട്ടിച്ചിട്ട് ആൾക്കാരെ ചേച്ചീനെ അതിൻ്റെ ഉള്ളിൽ നിർത്തി പുറത്തേക്ക് വെച്ചത്. ചേച്ചിക്ക് നടക്കാൻ പറ്റണില്ല, ചേച്ചിയുടെ കാലിൻ്റെ എല്ല് പൊട്ടിയെന്നൊക്കെ പറയണത്. ആസ്പത്രിയിൽ കൊണ്ടുപോയിരിക്കുക. നടക്കാൻ പൊതുവേ മൂപ്പത്തേക്ക് നടക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള ആളാണ്. പിന്നെ ഹാർട്ട് പേഷ്യൻ്റാണ്. അങ്ങനെയാണ്. ഏട്ടനാണെങ്കിൽ അയാൾക്കും സുഖമില്ലാത്ത ആളാണ്, പ്രായമുള്ള ആൾക്കാരുമാണ്. ഇപ്പോൾ നടക്കാനൊന്നും വയ്യപ്പോൾ കോപ്പറേറ്റീവിൽ കൊണ്ടുവരുന്നതൊക്കെ പറയണത്, എക്സ്റേ എടുക്കേണ്ടതെന്നൊക്കെ പറയണത്. എന്താന്ന് വിവരം അറിഞ്ഞ് വാർഡ് കൗൺസിലർ ഏറത്ത് വീരൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. ഇവരിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിന് കൃത്യമായ രേഖകളില്ലാത്തതാണ് ഭവന പദ്ധതികളിൽ ഉൾപ്പെടാതിരിക്കാൻ കാരണമെന്നും കുടുംബത്തിനെ ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കുമെന്നും ഏറത്ത് വീരൻ പറഞ്ഞു. ഈ ആളുകളുടെ അച്ഛന്മാർ ഒരു കരാറുണ്ടാക്കിയിട്ട്, മുത്തച്ഛൻ ഒരു കരാറുണ്ടാക്കിയിട്ട് കൊടുത്തതാണ്. ആ കൊടുത്തത് കാരണം ഇന്ന് ഇവർക്ക് മറ്റൊരു രേഖയില്ല. ഇവർക്ക് 1968 ഒരു വെറും പട്ട കരാറിൻ്റെ ഒരു കോപ്പി മാത്രമേ ഇവരുടെ കൈവശമുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ഒരു രേഖയില്ലാത്തതുകൊണ്ട് മുനിസിപ്പാലിറ്റിയോ മറ്റോ ആരും വീട് രേഖാമൂലം അനുവദിക്കില്ല. പിന്നെ ഇവർക്ക് വീട്ടിന് നമ്പറില്ല. ഇതാണ് നിലവിലുള്ള സാഹചര്യം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് രേഖ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകളുടെ പാലക്കാടാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഈ ജന്മി എന്ന് പറയുന്ന ആളുകൾ തന്നെ അവരെ ഞങ്ങൾ വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ നാട്ടുകാർ സമീപിച്ചു. പക്ഷേ അവർ അടുത്ത് തന്നെ ഇവർക്ക് ഇത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം എന്ന് പലവട്ടം പറഞ്ഞു. കഴിഞ്ഞ 3.5 വർഷമായി ഞാനൊരു മെമ്പർ എന്നുള്ള നിലക്ക് ഇതിൽ ബന്ധപ്പെടുന്നുണ്ട്. അവർ തരുന്നുണ്ട്. നിലവിൽ അടുത്തൊരു സ്ഥലം കണ്ടെത്താനുള്ള ശ്രമമാണ്. അടുത്തൊരു വീട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെല്ലാം കൂടി അതിലേക്ക് മാറ്റാനുള്ള ശ്രമമുണ്ട്. അതുണ്ട്. ഇന്ന് തന്നെ മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. തൊട്ടുമുകളിലത്തെ മാധവിയുടെ വീട് നിൽക്കുന്നതും അപകടാവസ്ഥയിലാണ്. മഴയും കാറ്റുമുള്ളപ്പോൾ പേടിയോടെയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബം കഴിയുന്നതെന്നും മാധവി പറഞ്ഞു. ഞാനിപ്പോൾ 2 വർഷമായിട്ട് ഇപ്പോൾ നടക്കാനൊന്നും വയ്യാതെ ഞാനും വീണിട്ട് കാലിൻ്റെ എല്ല് പൊട്ടിയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ. അത് മൊത്തം അതും ഇതുപോലെ ഓടൊക്കെ വീണിട്ട് പോയിട്ട് അങ്ങനെ ഷീറ്റ് ഇട്ടിരിക്കാനാണ് മുകളിൽ. കാറ്റടിച്ച് അതിൻ്റെ ഉള്ളിലിരിക്കാനും പേടി തന്നെയാണ്. പേടിച്ചിട്ടൊക്കെ തന്നെ അതിൻ്റെ അകത്ത് ഇരിക്കണതൊക്കെ. പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല. അത് ഇറങ്ങി അഥവാ അതിൻ്റെ മുകളിലേക്ക് വീണാൽ തന്നെ ഞങ്ങൾക്ക് എണിച്ച് പോകാനൊന്നും പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് അപ്പോൾ ഇരിക്കണത്. അതിപ്പോൾ അങ്ങനത്തെ ഇരിക്കുമ്പോഴപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വീണിട്ട് അതങ്ങനെ ജാമ്പായി പോയിട്ട് അതിക്ക് നടക്കാനൊന്നും വയ്യ. ചേച്ചിയുടെ കൊമ്പൊക്കെ പൊട്ടിച്ചിട്ട് ആൾക്കാരെടുത്ത് പുറത്തേക്ക് വെച്ചത്. വ്യാഴാഴ്ചയുണ്ടായ ശക്തമായ കാറ്റിൽ മരം വീണ് വീട് പൂർണ്ണമായും തകർന്നു. കരിങ്കലത്താണി സ്വദേശി പൊന്നേടത്ത് മുഹമ്മദ് അലിയുടെ വീടാണ് തകർന്നത്. ഈ സമയം വീട്ടിൽ മുഹമ്മദ് അലിയുടെ ഭാര്യയും മാതാവും മകനും ഉണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 ഉണ്ടായ ശക്തമായ കാറ്റിലാണ് കൂറ്റൻ തേക്കുമരം കടപുഴകി മുഹമ്മദ് അലിയുടെ വീടിന് മുകളിലേക്ക് പതിച്ചത്. വീടിന്റെ മധ്യഭാഗത്തേക്കാണ് മരം വീണത്. വീട് പൂർണ്ണമായും തകർന്നു. ഈ സമയം മുഹമ്മദ് അലിയുടെ മാതാവ് സുബൈദയും ഭാര്യ സജിദയും മകൻ ഷഹീറും വീടിനകത്തുണ്ടായിരുന്നു. ഇവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മേൽക്കൂര തകർന്ന് പൂർണ്ണമായും താഴെ വീണു. വീടിനകത്തെ ഉപകരണങ്ങൾ മിക്കതും തകർന്നു. ഭാഗ്യം കൊണ്ടാണ് തങ്ങൾ രക്ഷപ്പെട്ടതെന്ന് സുബൈദ പറഞ്ഞു. ഓടണ്ട് പൊട്ടിയോട്ട് വീണു, ഒന്നും പറ്റിയില്ല. അതുകൊണ്ട് അടുക്കളയിലായിരുന്നു. അതിൻ്റെ കുട്ടികൾ 2 ഇവിടെ ഉണ്ടായിരുന്നില്ല. വീട് പൂർണ്ണമായും ഉപയോഗശൂന്യമായി. ബന്ധപ്പെട്ടവർ ഇടപെട്ട് വീട് താമസയോഗ്യമാക്കാനുള്ള കാര്യങ്ങൾ കുടുംബത്തിന് ചെയ്തു നൽകണമെന്ന് അയൽവാസികൾ ആവശ്യപ്പെട്ടു. ഇപ്പോൾ അൽഹംദുലില്ലാ ഇപ്പോൾ എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. ജീവാപായങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ വീടിൻ്റെ ഈ പ്രശ്നങ്ങൾ ഒന്ന് അധികാരികൾ എത്തിച്ചിട്ട് അതിനൊരു പരിഹാരം ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ളത്. പിക്കപ്പ് വാഹനത്തിലെ ഡ്രൈവറാണ് മുഹമ്മദ് അലി. മണ്ണാർക്കാടും പരിസരങ്ങളിലും വ്യാഴാഴ്ചയുണ്ടായ കാറ്റിൽ വ്യാപക നഷ്ടം. അട്ടപ്പാടി ചുരത്തിൽ 2 മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വിവിധയിടങ്ങളിൽ വൈദ്യുതി തൂണുകൾ മറിഞ്ഞു വീണു. വീടുകൾക്കും നാശം സംഭവിച്ചു. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് കാറ്റ് ആഞ്ഞു വീശിയത്. അട്ടപ്പാടി ചുരത്തിൽ പാലവളവിന് സമീപം മരം കടപുഴകി റോഡിലേക്ക് വീണു. KSRTC ബസ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. മുക്കാലി ചോലക്കാട് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കല്യാണക്കാപ്പ് മൈലാമ്പാട റോഡിൽ കൊന്നപ്പടിയിൽ മരം വീണ് വൈദ്യുതി തൂണുകൾ മറിഞ്ഞു. മണ്ണാർക്കാട് ആര്യമ്പാവിൽ വീട്ടിൽ നിർത്തിയിട്ട കാറിന് മുകളിൽ മരം വീണു. വേങ്ങയിലും റോഡിലേക്ക് മരം വീണു. കൈതച്ചിറ മാസപ്പറമ്പിൽ മരം പൊട്ടി വീണു. തെങ്കര പുഞ്ചക്കോട് കാഞ്ഞിരപ്പുഴ ജലസേചന വകുപ്പിന്റെ വാഹനത്തിനുമേൽ മരം കടപുഴകി വീണു. ഡ്രൈവർ മാത്രമാണ് ജീപ്പിലുണ്ടായിരുന്നത്. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പ്രദേശത്തെ വൈദ്യുതി ലൈനുകളും തകരാറിലായി. കുമരംപുത്തൂർ പൊതുവപ്പാടത്ത് വൈദ്യുതി തൂണുകൾ മറിഞ്ഞു വീണു. കുമരംപുത്തൂർ നെച്ചുളിയിൽ പാടത്തുപീടികയിൽ ഹംസയുടെ വീടിന് മുകളിൽ തെങ്ങ് വീണു.
കോട്ടോപ്പാടം കണ്ടമംഗലം താമിയുടെ വീടിന് മുകളിൽ മരം വീണ് വീട് തകർന്നു. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ അമൃത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ നീട്ടുന്ന പ്രവൃത്തി കാര്യക്ഷമമല്ലെന്ന് കൗൺസിലിൽ രൂക്ഷ വിമർശനം. പ്രവൃത്തി എവിടെയും എത്തിയില്ലെന്നും BJP അംഗങ്ങൾ കുറ്റപ്പെടുത്തി. വ്യാഴാഴ്ച ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിലാണ് രൂക്ഷ വിമർശനം ഉയർന്നത്. അമൃത് പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന പൈപ്പ് ലൈൻ വിപുലീകരിക്കുന്ന പ്രവൃത്തികൾ എങ്ങും എത്തിയില്ലെന്ന് രൂക്ഷ വിമർശനവുമായാണ് BJP അംഗങ്ങൾ രംഗത്ത് വന്നത്. പലയിടത്തും പ്രവൃത്തികൾ നിലച്ച മട്ടാണെന്നും ഇതിനുവേണ്ടി കുഴിയെടുത്ത സ്ഥലങ്ങൾ ജൂൺ 1 മുമ്പ് പൂർവ്വസ്ഥിതിയിൽ ആക്കണമെന്ന തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെട്ടതായി BJP അംഗം സി സജിത്ത് പറഞ്ഞു. എന്നാൽ ഈ ഒരു അവസരത്തിൽ ചെയർപേഴ്സൺ അവിടെ അടുത്ത് ഇപ്പൊ അതിനെ പോകുമ്പോ ഒരു തിരിവാണ്, ഒരു ടേണിംഗ് ആണ്. ആ ടേണിങ്ങിൽ എന്റെ മുന്നിൽ വെച്ചിട്ട് 2 ആൾ വണ്ടിയിൽ പോകും. എന്നിട്ട് ഞാൻ എടുത്ത് എങ്ങനെ വിളിച്ചു പറഞ്ഞു, അത് എന്തെങ്കിലും ഒന്ന് ചെയ്ത് നിങ്ങൾ താൽക്കാലിക കുറച്ച് കോടിവേശികളുണ്ടോ എവിടെ? ഇപ്പോഴും അത് അതേ അവസ്ഥ. ഒരു ദിവസം രാത്രി നമ്മൾ തന്നെ പെട്ടു പെട്ടെന്ന് ഓർമ്മയില്ല. ഈ സാധനം റെഡിയാക്കിയിട്ട് ഞാൻ ഇവിടെ വെച്ചുകൊണ്ടുണ്ടാക്കുന്നത് ഒരു 2-3 ദിവസം പോലും നിൽക്കാത്ത അവസ്ഥയിലാണ് റോഡിലുള്ളത്. എല്ലാ റോഡും ശോചനീയ അവസ്ഥയിലാണ്. പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ പോലുള്ള അവസ്ഥയാണ് കൂടെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിലേ റോഡുകൾ മോശമാണ്. നിലവിൽ കിട്ടുന്ന എണ്ണിച്ചുട്ട അപ്പം പോലുള്ള ഫണ്ട് കൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഇവരുടെ റോഡ് പൊളിക്കലും ഇവിടെ ഈ പൈപ്പുകളും. ശരി, അതെല്ലാം കൊടുത്തു. എന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ബഹുമാനപ്പെട്ട സൈച്ചേച്ചർ വാർഡിലാണ് വാട്ടർ അതോറിറ്റിയുടെ അമൃത് കണക്ഷൻ കൊടുക്കുന്ന വർക്ക് ചെയ്തത്. നിരവധി അർഹരായ ആളുകൾക്ക് ഇപ്പോഴും അവിടെ കണക്ഷൻ കിട്ടിയിട്ടില്ല. പാതകൾ പൂർവ്വസ്ഥിതിയിൽ ആക്കാത്തതിനെ തുടർന്ന് ഇതിലൂടെയുള്ള യാത്രകളും ദുഷ്കരമായതായും അംഗങ്ങൾ പറഞ്ഞു. ജൂൺ 1 മുമ്പായി പൊളിച്ച പാതകൾ പൂർവ്വസ്ഥിതിയിലാക്കിയില്ലെങ്കിൽ കരാറുകാർക്ക് പണം നൽകില്ലെന്ന് കഴിഞ്ഞ മെയ് മാസത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. അമൃത് ഭാരത് പദ്ധതി പ്രകാരം 10.48 കോടി രൂപ വിനിയോഗിച്ചാണ് പൈപ്പ് ലൈൻ നീട്ടുന്ന പ്രവൃത്തികൾ നടക്കുന്നത്. CPI ജില്ലാ നേതൃത്വത്തിന് 1 വർഷം മുമ്പ് താൻ നൽകിയ പരാതി പരിഗണിച്ചിരുന്നെങ്കിൽ AIF നേതാവ് ഷാഹിന മണ്ണാർക്കാട് ആത്മഹത്യ ചെയ്യുമായിരുന്നില്ലെന്ന് ഭർത്താവ് മൈലങ്കോട്ടിൽ സാദിഖ്. ഷാഹിനയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് ഷാഹിനയുടെ സുഹൃത്തായ AIYF നേതാവാണ് കാണിച്ച് പോലീസിൽ പരാതി നൽകിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സാദിഖ്. ഷാഹിന AIYFൽ പ്രവർത്തനം തുടങ്ങിയിട്ട് 3 വർഷമായെന്നും ഈ കാലയളവിലാണ് AIYF നേതാവുമായി സൗഹൃദം തുടങ്ങിയത്. ഇത് തങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്നു. ഇതേ തുടർന്ന് പാർട്ടിയുടെ ജില്ലാ നേതൃത്വവുമായി ഫോണിൽ പരാതിപ്പെട്ടിരുന്നു. പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നതാണ്. എന്നാൽ അതുണ്ടായില്ല. ജില്ലാ നേതൃത്വം ഇടപെട്ടിരുന്നുവെങ്കിൽ ഷാഹിന മരിക്കില്ലായിരുന്നു. പുതിയ വീട് വയ്ക്കാനുള്ള പണം ഉൾപ്പെടെ ഷാഹിനയുടെ കൈവശമായിരുന്നു. ആഭരണങ്ങളും കാണാനില്ല. 5 ലക്ഷം രൂപ വേണമെന്ന് ഷാഹിന തന്നോട് ആവശ്യപ്പെട്ടപ്പോൾ രേഖ വേണമെന്ന് പറഞ്ഞു. സുഹൃത്തിന്റെ വെളിച്ചെണ്ണ വിപണന കേന്ദ്രം ഷാഹിനയുടെ പേരിൽ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. വിദേശത്തു നിന്ന് പലപ്പോഴായി പണം അയച്ചിരുന്നു. അതിന്റെ അക്കൗണ്ട് വിവരങ്ങളെല്ലാം പോലീസിനും നൽകിയിട്ടുണ്ട്. ഷാഹിനയുമായുള്ള ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കിയെന്നും സാദിഖ് പരാതിയിൽ പറയുന്നു. ഷാഹിനയെ ആത്മഹത്യയിലേക്ക് നയിച്ചയാൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പോലീസിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയതായും സാദിഖ് പറഞ്ഞു. മരണകാരണം അത് തീർച്ചയായിട്ടും ആത്മഹത്യ മാത്രമല്ല, അതൊരു കൊലപാതകമാണെന്ന് എനിക്ക് വ്യക്തമായ ഉറപ്പുണ്ട്. AIFൽ പ്രവർത്തിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗമായ സുരേഷ് കൈതച്ചിറ എന്ന വ്യക്തി കൂടുതലായിട്ട് ഇവളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് സാമ്പത്തിക ഇടപാടുകളും അതുപോലെ വേറെ എന്തോ രഹസ്യമായ ഒരു വിഷയങ്ങളും കാണിച്ച് ഭീഷണിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പരാതിയുമായിട്ട് മുമ്പോട്ട് വരാനുള്ള കാരണം. അപ്പം മരണപ്പെട്ട ഉടനെ തന്നെ എൻ്റെ മകന് ഞാൻ വിളിച്ച സമയത്ത് മകന് പറഞ്ഞതും സുരേഷ് കൈതച്ചിറയുമായി സംസാരിച്ച് ഭാര്യ വിഷമിച്ചുകൊണ്ട് അതുപോലെ വളരെയധികം ശബ്ദമെടുത്ത് മുകളിലേക്ക് കയറിപ്പോയി, അങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിന്നും ഞാൻ ഈ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇവിടെ ലോക്കൽ കമ്മിറ്റി അംഗമായ AIFൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കും അതുപോലെ ജില്ലാ പ്രസിഡൻ്റ് അടക്കമുള്ള ആളുകളെയൊക്കെ വിഷയം ധരിപ്പിച്ചിരുന്നു ഇതിന് 1 വർഷം മുമ്പ് തന്നെ. അപ്പോൾ അവരൊക്കെ ഇതിന് ഇടപെടാമെന്നും ഇതിൻ്റെ വ്യക്തമായ നടപടിക്രമങ്ങൾ ചെയ്യാമെന്നൊക്കെ എന്നോട് അറിയിച്ചിരുന്നു. പക്ഷേ അതൊന്നും അവരുടെ പ്രവർത്തനത്തിൽ നിന്ന് കണ്ടില്ല. ആ ഒരു കാണാത്ത കാരണമാണ് അവരതിനൊരു പറ്റിയൊരു നീക്കുപോക്ക് ഉണ്ടാകാത്ത കാരണം മാത്രമാണ് എൻ്റെ വൈഫ് മരണപ്പെടാനുണ്ടായ കാരണം. അപ്പോൾ ഇന്നലെ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഇന്ന് എന്നോട് പറഞ്ഞത്
ഇന്ന് സ്റ്റേഷനിൽ ചെന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ആ മുഖം നോക്കാതെ ആരായാലും രാഷ്ട്രീയം നോക്കാതെയും ഈ വിഷയത്തിൽ നടപടിയെടുക്കുമെന്ന് എനിക്ക് ഉറപ്പും വാക്കും തന്നിട്ടുണ്ട്. കാരണം അതുപോലെ 5 ലക്ഷം രൂപ ഒരുമിച്ച് ചോദിച്ചപ്പോൾ അത് തരാൻ പറ്റില്ല, അതിനെനിക്ക് പ്രൂഫ് കിട്ടണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവൻ്റെ സ്ഥാപനം ഇവൾക്ക് എഴുതി കൊടുക്കാമെന്നാണ് അവൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതെല്ലാം ഒരു ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവാനുള്ള കാരണം ഞാൻ വരാൻ ഏകദേശം 4 മാസം അടുത്തിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഈ ഒരു മരണമുണ്ടായത്. അപ്പോൾ എന്തോ ഒരു കാര്യം കാണിച്ച് ഇവർ തമ്മിലുള്ള യാത്രകളിലും പലപ്പോഴും എന്തോ ഒരു എവിഡൻസ് കാണിച്ച് അവൻ ഭീഷണിപ്പെടുത്തി മരണത്തിലേക്ക് ഇവളെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുക തന്നെയായിരുന്നു എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ചെറുപ്പുളശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ മലിനജലം ചാലുകീറി നഗരത്തിലെ അഴുക്കുചാലിലേക്ക് ഒഴുക്കുന്നുവെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ്. അഴുക്കുചാൽ കൂടിച്ചേരുന്ന ഭാഗം കോൺഗ്രസ് പ്രവർത്തകർ കോൺക്രീറ്റ് ഉപയോഗിച്ച് അടച്ചു. ചെറുപ്പുളശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നിന്നും കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മലിനജലം നഗരത്തിലെ അഴുക്കുചാലിലേക്ക് ഒഴുക്കിവിടുന്നു എന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തു വന്നത്. ഇത്തരത്തിൽ ഒഴുക്കിവിടുന്ന മലിനജലം അഴുക്കുചാലിലൂടെ നഗരസഭയിലെ വിവിധ കുടിവെള്ള പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന തൂതപ്പുഴയിലേക്കും എത്തിച്ചേരുന്നു എന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം. പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ അഴുക്കുചാലിലേക്ക് ഹോസ്പിറ്റലിൽ നിന്നുള്ള വെള്ളം എത്തിച്ചേരുന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്ത് അടച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിട്ടും നടപടികളൊന്നും സ്വീകരിക്കാത്തതിനാലാണ് പ്രതിഷേധമായി ഈ അഴുക്കുചാൽ അടയ്ക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് പി സുബീഷ് പറഞ്ഞു. കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം കഴിഞ്ഞ ഒരു വർഷത്തോളമായി അതിൻ്റെ മുന്നിൽ തളച്ചു പൊന്തുകയും അത് പുറത്തേക്ക് ഒഴുകുകയുമാണ് ചെയ്തിരുന്നത്. എന്നാൽ നഗര നവീകരണത്തിൻ്റെ ഭാഗമായി ഡ്രൈനേജിൻ്റെ പ്രവൃത്തി നടന്നപ്പോൾ ആ കക്കൂസ് മാലിന്യം ഒരു ചാലായി റോഡ് സൈഡിലേക്ക് കൊണ്ടുവരികയും ഊരാലുങ്കൽ നഗര നവീകരണത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ച ഡ്രൈനേജ് തകർത്ത് ആ ഡ്രൈനേജിലേക്ക് പൈപ്പിട്ട് അതിനെ തുറന്നു വിടുന്നൊരു സാഹചര്യം ഇവിടെ 3 ദിവസമായി ചെറുപ്പശ്ശേരിയിൽ ചർച്ചാ വിഷയമാണ്. ഇത് ബഹുമാനപ്പെട്ട നഗരസഭാ സെക്രട്ടറിയെ നമ്മൾ പലതവണ അറിയിച്ചതാണ്. ഒരു നടപടിയും ഉണ്ടായില്ല. ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ കളക്ടർക്ക് ഇത് പരാതി നൽകിയതാണ്. പക്ഷേ ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായി നടപടികളില്ലാതെ മാറി നിൽക്കുമ്പോഴാണ് ഇന്ന് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ ഇന്ന് ഇത്തരം ഒരു പ്രവൃത്തിയുമായി ഞങ്ങൾക്ക് മുന്നോട്ട് ഇറങ്ങേണ്ടി വന്നത്. ഈ ഡ്രൈനേജിലേക്കുള്ള ദ്വാരം കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഡ്രൈനേജിലേക്ക് മലിനജലം ഒഴുക്കിവിടാൻ ഉണ്ടാക്കിയ ദ്വാരം ഇന്ന് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇന്ന് ആ ദ്വാരം അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങളുടെ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഞങ്ങൾ ഇത് കഴിഞ്ഞ് നേരെ പോകുന്നത് ചെറുപ്പശ്ശേരി നഗരസഭാ സെക്രട്ടറി ശാശ്വതമായി ഇത് അടുത്ത തലമുറയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. കക്കൂസ് മാലിന്യം മാത്രമല്ല, ആശുപത്രി മാലിന്യം, തികച്ചും ഹൈജീനിക്കായി കൈകാര്യം ചെയ്യേണ്ട ആശുപത്രി മാലിന്യം തീരെ ഉത്തരവാദിത്തമില്ലാതെ ജനങ്ങൾ ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിലേക്ക്, അത് ഡ്രൈനേജ് വഴി കൊരമ്പത്തോട് വഴി തൂതപ്പുഴ വഴി ജനങ്ങൾ കുടിക്കുന്ന കുടിവെള്ളത്തിലേക്ക് എത്തിക്കുന്ന സമീപനമാണ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലും ചെറുപ്പശ്ശേരി നഗരസഭയ്ക്കും ഉള്ളത്. ഈ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിനും ചെറുപ്പശ്ശേരി നഗരസഭയ്ക്കും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ചെറുപ്പശ്ശേരിയിലെ CPIM-ന് ചെറുപ്പശ്ശേരിയിലെ പൊതുജനസമൂഹത്തിനോട് എന്ത് പ്രതിബദ്ധതയാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കാൻ ചെറുപ്പശ്ശേരി CPM നേതൃത്വം തയ്യാറാവണമെന്നാണ് ഈ അവസരത്തിൽ യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്. അതേസമയം ചെറുപ്പശ്ശേരി കോപ്പറേറ്റീവ് ആശുപത്രിക്കെതിരെ നടക്കുന്നത് കള്ളപ്രചാരണമാണെന്ന് ആശുപത്രി ചെയർമാൻ. മഴവെള്ളമല്ലാതെ യാതൊരു തരത്തിലുള്ള മലിനജലവും ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നില്ല. ചിലർ രാഷ്ട്രീയമായി ഹോസ്പിറ്റലിനെ ഇകഴ്ത്തിക്കാണിക്കാൻ വേണ്ടി ഉന്നയിക്കുന്ന ആരോപണങ്ങളാണെന്നും ആശുപത്രി ചെയർമാൻ കെ വേണുഗോപാലൻ പറഞ്ഞു. എല്ലാ ആരോഗ്യവകുപ്പിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും ശരിക്കും പാലിച്ചുകൊണ്ടാണ് ഈ ആശുപത്രി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആശുപത്രിയിലെ STP പ്ലാന്റ് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അതിൻ്റെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ വ്യക്തമായ പരിശോധനയും അതിനനുസരിച്ച് റിപ്പോർട്ടും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആശുപത്രിയിൽ ഒരു മലിനജലവും പുറത്തേക്ക് പോകുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ കുറച്ച് മാസങ്ങളായി ഈ ആശുപത്രിയെ ഇകഴ്ത്തി കാണിക്കുന്ന സമീപനമാണ് ചില കോണുകളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ചെറുപ്പശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും ആതുര സേവന രംഗത്ത്
പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകളെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമായിട്ട് ഈ സ്ഥാപനം വളർന്നു കഴിഞ്ഞിരിക്കുക. ഇതിനെ എങ്ങനെയെങ്കിലും മോശപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇതിൻ്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത ദിവസം സ്ഥിരമായി ശക്തമായ മഴ പെയ്തതിൻ്റെ ഭാഗമായി ടൗണിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ വെള്ളക്കെട്ട് ധാരാളം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഞങ്ങളുടെ ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന STP പ്ലാന്റിനോ ഒന്നും യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ആശുപത്രിയിൽ നിന്ന് മലിനജലം പുറത്തേക്ക് ഓടയിലേക്കോ മറ്റു റോഡുകളിലേക്കോ ഒഴുകുന്നൊരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ചൂരക്കോട് പാലത്തിന് സമീപം കുന്നുകൂടി കിടക്കുന്ന ആക്രിമാലിന്യങ്ങൾ പകർച്ചവ്യാധികൾക്ക് ഇടവരുത്തുന്നു. മാസങ്ങളോളമായി ആക്രിമാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ കിടക്കുകയാണ്. ഇതിന് നടപടി വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തി. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ ഉൾപ്പെടുന്ന ചൂരക്കോട് പാലത്തിന് സമീപത്താണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ആക്രിമാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത്. 4 വർഷത്തോളമായി ഇവിടെ ആക്രി വ്യാപാരം നടന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ 9 മാസക്കാലമായി ആക്രിമാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ കിടക്കുകയാണ്. ഇവിടെ വ്യാപാരം നടത്തിയിരുന്നവരെക്കുറിച്ച് സ്ഥല ഉടമയ്ക്ക് കൂടുതൽ വിവരങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കാനും കഴിയാത്ത സാഹചര്യമാണ്. ആക്രിമാലിന്യങ്ങൾ 35 സെന്റോളം സ്ഥലത്ത് പരന്നു കിടക്കുകയാണ്. മഴ പെയ്തുള്ള വെള്ളം സാമഗ്രികളിൽ കെട്ടിനിന്ന് കൊതുകുകൾ പെരുകുന്നുമുണ്ട്. സമീപവാസികൾക്ക് ഇത് ദുരിതം സൃഷ്ടിക്കുകയാണ്. പ്രദേശത്തെ മദ്രസയിലേക്ക് എത്തുന്ന കുട്ടികൾക്കും കൊതുക് ശല്യം മൂലം വലിയ ദുരിതമാണ്. ഈ പ്രദേശത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. നമ്മുടെ നാട്ടിൽ ചൂരക്കോട് ഈ മദ്രസയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ക്രാപ്പിൻ്റെ ഒരു പദ്ധതി നടന്നിരുന്നു. ഒരു 4-5 വർഷമായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ ഒരു 8-9 മാസമായിട്ട് അവർ പൂട്ടി നാട് വിട്ടുപോയി എന്ന് പറഞ്ഞത്. പക്ഷേ ഈ സ്ക്രാപ്പ് മുഴുവൻ ഇവിടെ മദ്രസനോട് തൊട്ട് കിടക്കുകയാണ്. അതിൽ ഈ മഴക്കാലാകോട്ട് പ്രത്യേകിച്ച് കൊതുകിൻ്റെ ശല്യവും മറ്റും ധാരാളമുണ്ട്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാണ് നമ്മുടെ മദ്രസയിൽ പഠിക്കുന്നത്. അവർക്കിത് വലിയൊരു ശല്യമാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് പകർച്ചവ്യാധി അധികരിക്കുന്ന സമയത്ത് നമ്മളെ കുട്ടികളൊക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, അതിന് ശ്രദ്ധിച്ചിട്ട് അതിന് തക്കതായൊരു പരിഹാരം ഇതിന് കാണണം. പ്രത്യേകിച്ച് ഇതിൻ്റെ തൊട്ടുഭാഗത്ത് ഒരുപാട് ആളുകൾ താമസിക്കുന്ന ചുറ്റുഭാഗത്ത് അതുമാതിരി ചെറിയ കുട്ടികളുമുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. ഞങ്ങൾക്ക് ഈ മദ്രസയിൽ ചെറിയ കുട്ടികൾ 10-62 കുട്ടികളോളം ഇവിടെ പഠിക്കുന്നുണ്ട്. സ്ഥല ഉടമ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് പഞ്ചായത്തിലും പട്ടാമ്പി പോലീസിലും പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ആക്രിമാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള അനുമതി പഞ്ചായത്ത് നൽകിയിട്ടുണ്ടെന്നും ഉടൻ മാറ്റാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും സ്ഥല ഉടമ അറിയിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണ ജൂബിലി റോഡിൽ നിന്നും ബൈക്ക് മോഷണം പോയ കേസിൽ യുവാവ് പിടിയിൽ. കോഴിക്കോട് വാണിമേൽ താഴെവെള്ളിയോട് സ്വദേശി മുഹമ്മദ് സുഹൈലിനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. 20ഓളം കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ മാസം 9 വൈകിട്ടാണ് പെരിന്തൽമണ്ണ ജൂബിലി റോഡിലെ ഗ്യാസ് ഏജൻസിക്ക് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷണം പോയിരുന്നത്. ഈ മോഷ്ടിച്ച ബൈക്കുമായി കണ്ണൂർ കൊളവല്ലൂർ പോലീസ് മറ്റൊരു മോഷണ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ കയ്യിലുള്ള ബൈക്ക് പെരിന്തൽമണ്ണയിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന വിവരം ലഭിച്ചു. പെരിന്തൽമണ്ണ പോലീസ് കണ്ണൂർ ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ കോടതിയുടെ അനുമതിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കസ്റ്റഡിയിൽ ലഭിക്കാൻ അപേക്ഷയും നൽകി. ബുധനാഴ്ച അപേക്ഷ പരിഗണിച്ച കോടതി 4 മണിക്കൂർ നേരത്തേക്ക് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടു. തുടർന്ന് ബൈക്ക് മോഷ്ടിച്ച സ്ഥലത്ത് പ്രതിയെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. സബ് ഇൻസ്പെക്ടർ ഉദയന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്. കേരള ഗസ്റ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സിവിൽ സ്റ്റേഷന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി സുമലത മോഹൻദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പന്ത്രണ്ടാമത് ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, 11ാമത് ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള ഗസ്റ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഇടതുപക്ഷ സർക്കാർ ജീവനക്കാരുടെ വിഷയങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി സുമലത മോഹൻദാസ് പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ M ജയൻ അധ്യക്ഷനായി. KGOF സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി BS വിനോദ്കുമാർ,
വനിതാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി റാണി അറുണിത്താൻ, AKSTU സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സതീഷ് മോൻ, സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി K. കൃഷ്ണൻകുട്ടി, സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MS റീജ, സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ദിലീപ് ഫാൽഗുണൻ, C. മുകുന്ദകുമാർ തുടങ്ങിയവരും സംസാരിച്ചു. സാദരം സഹകരണം 2024 എന്ന പേരിൽ നിക്ഷേപകരുടെയും ഇടപാടുകാരുടെയും സൗഹൃദ സംഘം ഒരുക്കി വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് 27 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് വല്ലപ്പുഴ ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ബാങ്ക് അധികൃതർ ചെറുപ്പശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 78ാം വാർഷികം ആഘോഷിക്കുന്ന വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തന മേഖലയിൽ പുതിയ അധ്യായം എഴുതിച്ചേർത്താണ് സാദരം സഹകരണം 2024 എന്ന പേരിൽ നിക്ഷേപകരുടെയും ഇടപാടുകാരുടെയും സൗഹൃദ സംഗമം ഒരുക്കുന്നത്. 23-ന് ശനിയാഴ്ച രാവിലെ 10-ന് വല്ലപ്പുഴ ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ബാങ്ക് പ്രസിഡന്റ് രായൻ കീഴ്ശ്ശേരി, സെക്രട്ടറി P. അഷ്റഫ് അലി എന്നിവർ പറഞ്ഞു. പാലക്കാട് ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ P. ഉദയൻ കുടുംബത്തിനൊരു കരുതൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരിക്കാർ മാരായമംഗലം മുഖ്യപ്രഭാഷണം നടത്തും. നിക്ഷേപ സുരക്ഷിതത്വവും സഹകരണ മേഖലയും എന്ന വിഷയത്തിൽ നടക്കുന്ന സഹകരണ സെമിനാറിൽ റിട്ടയർഡ് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ G. മുരളീധരൻ പിള്ള സംസാരിക്കും. മുൻ പ്രസിഡന്റുമാരെ ആദരിക്കൽ, നിക്ഷേപകരെ ആദരിക്കൽ എന്നിവയും സംഘടിപ്പിച്ചതായി ബാങ്ക് പ്രസിഡന്റും സെക്രട്ടറിയും പറഞ്ഞു. ഈ സാദരം സഹകരണം എന്ന ഈ പരിപാടിയുടെ ഭാഗമായി നമ്മൾ ഇതിൻ്റെ മുൻകാല പ്രസിഡന്റുമാർ, ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള മുൻകാല പ്രസിഡന്റുമാരായ ശ്രീ P. K. കോയ, അതുപോലെ തന്നെ ശ്രീ K. അബ്ദുൽ കരീം, K. അബൂബക്കർ, NP രാമേന്ദ്രൻ മാസ്റ്റർ, ശ്രീ C. മോഹൻദാസ് എന്നിവരെ ആദരിക്കുന്ന ഒരു പരിപാടി കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന സഹകരണ വകുപ്പിന് കീഴിൽ പുതുതായി ആരംഭിക്കപ്പെട്ട ഒരു നിക്ഷേപ പദ്ധതി, കുടുംബത്തിനൊരു കരുതൽ ധനം എന്ന പദ്ധതി, ആ പദ്ധതി ബാങ്കിൽ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ആ പദ്ധതി കൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അത് ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ശ്രീ ഉദയൻ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ പരിപാടി 9% നിരക്കിലുള്ള ഒരു കുടുംബത്തിന് ഒരു കരുതൽ എന്നുള്ള നിലയിലുള്ള ഒരു പ്രത്യേക നിക്ഷേപ പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ സഹകരണ മേഖല ഇന്ന് അഭിമുഖീകരിക്കുന്ന ചില വിഷയങ്ങൾ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ റിട്ടയർഡ് G. മുരളീധരൻ പിള്ള ഒരു സെമിനാർ നയിക്കുന്നുണ്ട്. ആ പരിപാടിയും ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ നമ്മുടെ പഴയകാല ഇടപാടുകാരായിട്ടുള്ള ആളുകളെ ആദരിക്കുന്ന ഒരു പരിപാടി, ആ പരിപാടിയും ഈ സംഗമത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ ഈ സഹകരണ പ്രസ്ഥാനത്തിന് വന്ന സമയത്ത് ഈ ബാങ്കിൻ്റെ അഭ്യുദയകാംക്ഷികളും ഇടപാടുകാരും ആത്മാർത്ഥമായി ഈ ബാങ്കിനോടൊപ്പം നിന്നിട്ടുണ്ട്. മാത്രമല്ല മീഡിയ പരിപൂർണമായും ഈ ബാങ്കിനോടൊപ്പം തന്നെയാണ് നാളിതുവരെ നിന്നിട്ടുള്ളത്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. അപ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ബാങ്കിനെ സ്നേഹിച്ചും ബാങ്കിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചും ബാങ്കിനോടൊപ്പം ആളുകളുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുക, അവരുമായി ഒരു സംഗമം ഉണ്ടാക്കി ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ച് ഒന്നുകൂടി നല്ല നിലയിൽ ബാങ്കിനെ ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ, അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് എത്തിക്കുന്ന കാര്യത്തെ പറ്റിയിട്ട് ഒക്കെ ഒന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാങ്കിൻ്റെ ഭരണസമിതിയും സ്റ്റാഫും കുറേ ദിവസങ്ങളായി മെനക്കെട്ടിട്ട് ഇങ്ങനെ ഒരു സാദരം സഹകരണം 2024 എന്ന പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഈ പരിപാടി നമ്മൾ 27-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടത്തുന്നത് വല്ലപ്പുഴ ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. ഏകദേശം ഞങ്ങൾ 6 ബ്രാഞ്ചും മെയിൻ ബ്രാഞ്ചും ഒക്കെ പാടെ ക്ഷണിച്ച രീതിയിൽ ഒരു 1500ഓളം ആൾ ഈ പരിപാടിയിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കും, സംഗമിക്കും എന്ന ഒരു ഉത്തമ വിശ്വാസത്തിലാണ് ഇപ്പോഴും ഞങ്ങൾ ഭരണസമിതിയും സ്റ്റാഫും ഒക്കെ ഉള്ളത്. സഹകരണ മേഖലയിൽ സ്തുത്യർഹമായ ഇടപെടലുകളാണ് ബാങ്ക് നടത്തിവരുന്നതെന്നും നിക്ഷേപങ്ങൾക്ക് ആകർഷകമായ പലിശ നിരക്ക്, എക്സ്പ്രസ് ഗോൾഡ് ലോൺ, ഇൻഷുറൻസ് പരിരക്ഷ, കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ തുടങ്ങി മികച്ച നിക്ഷേപ വായ്പാ പദ്ധതികൾ ബാങ്ക് ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഈ ബാങ്കിന് കീഴിൽ ഒരുപാട് കാര്യങ്ങൾ 5300 രൂപ വരെ ഗ്രാമിന് ഞങ്ങൾ സ്വർണ്ണപ്പണയ വായ്പ കൊടുക്കുന്നുണ്ട്.
പിന്നെ എക്സ്പ്രസ് ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. ആകർഷകമായ പലിശ നിക്ഷേപകർക്ക് കൊടുക്കുന്നുണ്ട്. ഇൻഷുറൻസ് പരിരക്ഷ ബാങ്ക് കൊടുക്കുന്നുണ്ട്. RTGS, NEFT, മൊബൈൽ ബാങ്കിങ് സൗകര്യങ്ങളുണ്ട്. KCC ഗോൾഡ് ലോൺ 3 ലക്ഷം രൂപ വരെ ചെറിയ പലിശക്ക്, അതായത് 7% പലിശക്ക് കൊടുക്കുന്നുണ്ട്. 3 ലക്ഷം രൂപ വരെ. 1,60,000 രൂപ വരെ അത് KCC വായ്പകൾ കൊടുക്കുന്നുണ്ട്. ലോക്കർ സൗകര്യം ഈ ബാങ്കിന് എല്ലാ ബ്രാഞ്ചുകളിലും ഉണ്ട്. വിശ്വാസ്യതയാണ് ഈ ബാങ്കിൻ്റെ മുഖമുദ്ര. കൂടാതെ നീതി മെഡിക്കൽസ് എന്ന് പറഞ്ഞിട്ട് 30% വരെ വിലക്കിഴിവിൽ രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്ന ഒരു സംവിധാനം ഈ ബാങ്കിനുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് നടപ്പിലാക്കുന്ന സമ്പാദ്യ പദ്ധതി കുട്ടിക്കുടുക്കയ്ക്ക് അലനല്ലൂർ കർക്കിടാംകുന്ന് ICS സ്കൂളിലും തുടക്കം കുറിച്ചു. ബാങ്ക് പ്രസിഡന്റ് PPK മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് സ്റ്റാഫ് ആഴ്ചയിലൊരിക്കൽ സ്കൂളിലെത്തി ബാങ്കിംഗ് ഇടപാട് നടത്തുന്നതാണ് രീതി. വിദ്യാലയ കാലഘട്ടം മുതൽ കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുകയും ബാങ്കിംഗ് ഇടപാട് പരിചയപ്പെടുത്തുകയുമാണ് ബാങ്ക് ലക്ഷ്യമാക്കുന്നത്. ഓരോ വിദ്യാർത്ഥിക്കും ബാങ്കിൽ അക്കൗണ്ട് നൽകും. തുടർന്ന് ആഴ്ചയിലൊരിക്കൽ വിദ്യാലയത്തിൽ ബാങ്ക് അധികൃതരെത്തി തുക സ്വീകരിച്ച് അവരവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതാണ് രീതി. ചെക്കിൻ്റെ സഹായത്തോടെ ഏതു സമയത്തും തുക പിൻവലിക്കാൻ കഴിയും. എല്ലാ ബാങ്കിംഗ് സമ്പ്രദായങ്ങളും പാലിച്ചുകൊണ്ടുള്ളതാണ് കുട്ടികളുടെ അക്കൗണ്ടും. അലനല്ലൂർ കർക്കിടാംകുന്ന് ICS സ്കൂളിൽ ആരംഭിച്ച കുട്ടിക്കുടുക്ക ബാങ്ക് പ്രസിഡന്റ് PPK മുഹമ്മദ് അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതായാലും വലുതായാലും ഒരു പ്ലാനിങ്ങോട് കൂടി ജീവിക്കുമ്പോഴുള്ളൂ നമ്മുടെ ജീവിതത്തിന് ഒരു ഉദ്ദേശ ലക്ഷ്യം ഉണ്ടാവുക. അപ്പൊ അത് വിദ്യാർത്ഥികളിൽ തന്നെ ആ ഒരു ശീലം, ആ മിതവ്യയ ശീലവും സമ്പാദ്യശീലവും വർദ്ധിപ്പിക്കാൻ വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ് കുട്ടിക്കുടുക്ക. PTA പ്രസിഡന്റ് മനാഫ് ആര്യാടൻ അധ്യക്ഷനായി. സെക്രട്ടറി P ശ്രീനിവാസൻ പദ്ധതി വിശദീകരിച്ചു. പൈസ ഇല്ലാത്ത അക്കൗണ്ടുകളും വേണമെങ്കിൽ നമുക്ക് ആരംഭിക്കാൻ പറ്റും. അങ്ങനെ സ്വന്തമായ ഒരു അക്കൗണ്ട് സ്ഥാപിച്ച് ഈ പറയുമ്പോൾ കിട്ടുന്ന പൈസകൾ നിങ്ങളുടെ ചെലവ് കഴിച്ച് ബാക്കി വരുന്ന പൈസ അതിൽ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പാസ്ബുക്ക് തരും. അത് ഇടപാട് നടത്തുന്നതിന് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരും കൂടെ അതിൽ ചേർക്കണം. ബാങ്കിന്റെ പ്രവൃത്തി സമയത്ത് നിങ്ങൾ അടച്ച പൈസ നിങ്ങൾക്ക് നമ്മുടെ ഏത് ബ്രാഞ്ച് പോയാലും നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് പിൻവലിക്കാനുള്ള സാഹചര്യം കൂടെ ഉണ്ട്. സ്കൂൾ അധ്യാപകൻ മുസ്തഫ, ബാങ്ക് ബ്രാഞ്ച് മാനേജർ രാധിക, സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ PPK മുഹമ്മദ്, PK മുഹമ്മദ് അലി, K യൂസഫ് ഹാജി, കുഞ്ഞൻ, അക്ബർ, ഹംസ, രാജേഷ്, പ്രധാനാധ്യാപിക ജമീല, അധ്യാപകൻ അസ്ലം എന്നിവർ പങ്കെടുത്തു. സ്കൂളിലെ മുഴുവൻ കുട്ടികളും പദ്ധതിയിൽ അംഗമായി. ചടങ്ങിൽ അവർക്കുള്ള പാസ്ബുക്കും വിതരണം ചെയ്തു. ലോകത്തെ ഏറ്റവും വലിയ കായികോത്സവമായ ഒളിമ്പിക്സിന് തിരിതെളിഞ്ഞപ്പോൾ ഇങ്ങ് കേരളത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ ദീപശിഖ പ്രയാണം. പെരിന്തൽമണ്ണ പാറൽ വീട്ടിക്കാട് AMLP സ്കൂളിലാണ് വിദ്യാർത്ഥികൾ ദീപശിഖ പ്രയാണം നടത്തിയത്. വിദ്യാർത്ഥികളുടെ ഈ ദീപശിഖ പ്രയാണം ഏറെ കൗതുകമായി. മാനവമൂല്യങ്ങൾ ഉയർത്തിയും മനുഷ്യരെ കൂട്ടിയിണക്കിയും മഹത്തായ സന്ദേശം ഉൾക്കൊള്ളുന്ന ലോകത്തെ ഏറ്റവും വലിയ കായികോത്സവമാണ് ഒളിമ്പിക്സ്. പാരീസിൽ ഒളിമ്പിക്സിന് തിരിതെളിഞ്ഞപ്പോൾ ഇങ്ങ് കേരളത്തിൽ വിദ്യാർത്ഥികൾ ദീപശിഖ പ്രയാണം നടത്തിയത് കൗതുകമായി. പാരീസ് ഒളിമ്പിക്സിന്റെ വരവറിയിച്ച് പെരിന്തൽമണ്ണ പാറൽ വീട്ടിക്കാട് AMLP സ്കൂൾ വിദ്യാർത്ഥികളാണ് ദീപശിഖ പ്രയാണം നടത്തിയത്. സ്കൂളിലെ ആർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് CP ഷിഹാബുദ്ദീൻ വിദ്യാർത്ഥിക്ക് നൂറയ്ക്ക് ദീപശിഖ കൈമാറി പ്രയാണം ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക KK റൈഹാനത്ത് അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ഹുസൈൽ പാറൽ, KK അബ്ദുൽ ലത്തീഫ്, KK ഷെജൽ എന്നിവർ സംസാരിച്ചു. ദീപശിഖ പ്രയാണത്തിൽ KP സഹദ്, T മഷഹർ, KP മാസീൻ, KK നഷുവാൻ, K മാലിക്, KK ഹാദി, K റസീൻ, K ഷാഹിദ്, CP അമേയ, K റന, KP നഹ്ല തുടങ്ങിയ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർക്കിടക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പ്രസിഡന്റ് KM അനീഫ ഉദ്ഘാടനം ചെയ്തു. ചെറിയ പൈസ വരുള്ളൂ സ്റ്റിക്കർ ഒട്ടിക്കാനൊക്കെ. അങ്ങനെ ഈ പ്രോഡക്റ്റുമൊക്കെ ഒരു സ്റ്റിക്കർ ഉണ്ടാകണം. അതെല്ലാ പ്രോഡക്റ്റുമേ ഈവൻ പപ്പടത്തിനും ഉൾപ്പെടെ ആ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിൽപ്പന സാധ്യത കൂടും എന്നുള്ളത് പറയുകയാണ്. അതിനുള്ള സാഹചര്യം കൂടി സൃഷ്ടിക്കണം.
കുടുംബശ്രീ പ്രവർത്തകരുടെ കർക്കിടക കഞ്ഞിക്കൂട്ട്, ജൈവ പച്ചക്കറികൾ, എണ്ണപ്പലഹാരങ്ങൾ, തുണിത്തരങ്ങൾ എന്നിവയുടെ വിപണനവും പ്രദർശനവുമാണ് കർക്കിടക ഫെസ്റ്റിൽ ഒരുക്കിയത്. വൈസ് പ്രസിഡന്റ് എൻ സാജിറ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ഷൗക്കത്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനസ് പമ്പറ, CDS ചെയർപേഴ്സൺ കെ ഇന്ദിര, പഞ്ചായത്ത് അംഗങ്ങളായ എം മോഹനൻ, സി രുക്മണി, നിഷാരാമൻ, പഞ്ചായത്ത് സെക്രട്ടറി എം സന്തോഷ് കുമാർ, കുടുംബശ്രീ അക്കൗണ്ടന്റ് യു രമ്യ, ബ്ലോക്ക് കോർഡിനേറ്റർമാരായ KT അനൂപ്, TK ഫസീല എന്നിവർ സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞി വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് നമ്മളൊരു ഔഷധക്കഞ്ഞിയിൽ 22 കൂട്ടാണ് അതിലുള്ളത്. അത്രയും ഔഷധ ഗുണമുള്ള ഒരു കഞ്ഞിയാണ് വിതരണം ചെയ്യുന്നത്. നമ്മൾ എല്ലാ കർക്കിടക മാസത്തിലും, കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളുടെ ദിനചര്യകൾ. കാരണം നമ്മുടെ ശരീരത്തിൽ ദഹനശക്തി കൂട്ടുന്നതിന് വേണ്ടിയിട്ടും മറ്റുള്ള ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ ഉഴിച്ചിൽ നടത്തുന്നുണ്ട്. കുറേ പേര് പോയിട്ട് ആയുർവേദ ചര്യകൾക്കനുസരിച്ചിട്ട് ജീവിതം കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വീടുകളിൽ തന്നെ, കാരണം വേനൽക്കാലം പോലെയല്ല മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലെല്ലാം ശുദ്ധീകരണ പ്രക്രിയ നമ്മൾ ചേട്ടനെ കളിയാന്ന് പറയുന്ന ആ ഒരു ഇത് എന്തായാലും അതൊക്കെ നമ്മളുടെ വീട് വൃത്തിയാക്കുക എന്നുള്ളതിന്. കാരണം വീട് വൃത്തിയാക്കുക എന്നുള്ള ഒരു പിന്നെ സെന്റൻസ് പറഞ്ഞാൽ ചിലപ്പോൾ അത് ആരും ഉൾക്കൊള്ളില്ല. അതുകൊണ്ടാണ് പണ്ടുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ പണ്ട് മുതൽ നമ്മൾ ഓരോ ഐതിഹ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിജ കർക്കിടക മാസത്തിലെ ഔഷധക്കഞ്ഞിയുടെ ഗുണഫലങ്ങൾ വിശദീകരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുമതി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ, മെമ്പർമാരായ KK ലിനി, സി ലീല, S രാജശ്രീ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഡിസ്പെൻസറിയിലെത്തിയിട്ടുള്ള 70ഓളം ആളുകൾക്ക് കർക്കിടക ഔഷധക്കഞ്ഞി വിതരണവും നടത്തി. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി രക്ഷാകർതൃത്വം മാറുന്ന കാഴ്ചപ്പാടുകൾ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A സാബിർ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കൊപ്പം ASI അജിത് കുമാർ, പൊന്നാനി ICDS കൗൺസിലർ P ദീപ എന്നിവർ ക്ലാസ് എടുത്തു. പ്രധാനാധ്യാപിക KT ജലജ, C റോജ, KP അബ്ദുൾ നാസർ, നിസാർ ആലം, NP ഷാഹുൽ ഹമീദ്, CP മുഹമ്മദ് അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ആർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിയിട്ടേക്കണേ? 1, 2, 3, 4, 5, 6 പിന്നെ ഒരു സെക്കൻഡ് പൊസിഷൻ. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഇങ്ങോട്ട് വരൂ. എനിക്ക് ഞാൻ അങ്ങോട്ട് വരണോ? വെൽക്കം ചെയ്യണോ? ഞാൻ വരണമെങ്കിൽ വരാം. വരണോ? വരൂ. ഇങ്ങോട്ട് വരൂ. ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ചെല്ലൂ. ഫ്രണ്ടിലേക്ക്. ഇവിടുന്ന് കസേര എടുത്തിട്ട് ഇപ്പുറത്തേക്ക് ഇടാന്നല്ല പറഞ്ഞത്. വരും. നിങ്ങൾ വന്നോളൂ. ഇവിടെ എല്ലാവരും വന്നോളൂ. എന്റെ പിന്നാലെ വന്നോളൂ. വരൂ. അങ്ങോട്ട്. എണീക്കൂ. മുങ്ങാനൊന്നും പറ്റൂല കേട്ടാ. അങ്ങോട്ട് ഫ്രണ്ടിലേക്കുള്ള കസേരയിലേക്ക് ചെല്ലു. അപ്പോ നമ്മുടെ മക്കൾക്ക് മുൻപിലെത്തണമെങ്കിൽ നമ്മൾ എവിടെ ഇരിക്കണം? നമ്മളും മുമ്പിൽ തന്നെ ഇരിക്കണം. പഠിച്ചു വരുന്ന, വളർന്ന് മനസ്സിലാക്കി വരുന്ന അവനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി വരെയാകുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് വരെയാകുന്ന, ഇന്ത്യയിലെ പരമോന്നത പദവികൾ അലങ്കരിക്കുന്ന ആൾക്കാർ. ആ ചിന്ത വേണ്ട എന്നുള്ളത് അടിവരയിടാൻ വേണ്ടി എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ എനിക്ക് സംഭവിച്ച, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ, ഞാൻ അനുഭവിച്ച ഒരു കാര്യം കൂടി ഷെയർ ചെയ്തുകൊണ്ടാണ്. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ഭാഗ്യമുണ്ടായി. അങ്ങനെ ഞാനൊരു 7 വർഷത്തോളം സംസ്ഥാന നിയമസഭയിൽ 3 മുഖ്യമന്ത്രിമാരുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഭാഗ്യം. സ്കൂളിലേക്ക് ഒരു പിടി പച്ചക്കറി വീട്ടിലേക്കും പദ്ധതിക്ക് മുളഞ്ഞൂർ ALP സ്കൂളിൽ തുടക്കമായി. വാർഡ് മെമ്പർ K ഉണ്ണികൃഷ്ണൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഉച്ചഭക്ഷണത്തിന് വിഷരഹിതമായ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പോഷകമൂല്യമുള്ള ഭക്ഷണം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നൽകുവാനും ചിലവ് കുറയ്ക്കാനും അമ്മമാർക്ക് വീട്ടിൽ ഒരു പച്ചക്കറിത്തോട്ടം എന്നതുമാണ് പദ്ധതിയുടെ ഉദ്ദേശം. പദ്ധതിയുടെ ഭാഗമായി മുളഞ്ഞൂർ LP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് പച്ചക്കറി തൈകൾ നൽകി. വാർഡ് മെമ്പർ K ഉണ്ണികൃഷ്ണൻ, PTA പ്രസിഡന്റ് സുമിഷ ബിബിന് തൈകൾ നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാന അധ്യാപിക ഹേമ, ലതിക രാമദാസ് തുടങ്ങിയവരും സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ലീഗ് പ്രസിഡന്റിനെതിരെ ഔദ്യോഗിക പക്ഷക്കാർ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനായില്ല. കോറം തികയാത്തതിനാൽ പ്രമേയം ചർച്ചയ്ക്കെടുത്തില്ല. CPM-ലെ 7 അംഗങ്ങളും പ്രസിഡന്റിനെ പിന്തുണയ്ക്കുന്ന 7 അംഗങ്ങളും യോഗത്തിനെത്തിയില്ല.
കോട്ടാപ്പാടത്ത് വീണ്ടും കാട്ടാനകളുടെ താണ്ഡവം. ഓണത്തിന് വെട്ടാനുള്ള വാഴകൃഷി ഉൾപ്പെടെ കാട്ടാനകൾ നിലം പരിശാക്കി. 1 മാസമായി പ്രദേശത്ത് ആനകൾ തമ്പടിച്ചിട്ടുണ്ടെന്നും നശിച്ച കൃഷിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കർഷകർ. ചെറുപ്പുളശ്ശേരിയിൽ മരം വീണ് വീട് തകർന്ന് 3 പേർക്ക് പരിക്ക്. ടാർപോളിൻ വെച്ചുകെട്ടിയ വീടാണ് പൂർണ്ണമായും തകർന്നത്. ശക്തമായ മഴയിലും കാറ്റിലും കരിങ്കല്ലത്താണിയിലും മരം വീണ് വീട് തകർന്നു. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മണ്ണാർക്കാടും മഴയിൽ വ്യാപക നാശനഷ്ടം. മണ്ണാർക്കാട് UKG വിദ്യാർത്ഥിനി സ്കൂൾ ബസ് ഇടിച്ചു മരിച്ചു. 6 വയസ്സുകാരി ഹിബയാണ് മരിച്ചത്. സ്കൂൾ ബസ്സിൽ നിന്നിറങ്ങി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അതേ വാഹനം ഇടിക്കുകയായിരുന്നു. ഒറ്റപ്പാലത്ത് അമൃത കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ നീട്ടുന്ന പ്രവൃത്തികൾ കാര്യക്ഷമമല്ലെന്ന് കൗൺസിലിൽ വിമർശനം. പലയിടത്തും പദ്ധതി നിലച്ച മട്ടെന്ന് BJP അംഗങ്ങൾ. പൈപ്പിടാൻ പൊളിച്ച റോഡുകളിൽ യാത്രാ ദുരിതമെന്നും അംഗങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.